കലാരവത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ശശികല ശശികുമാർ. ഇന്ന് ഞാൻ ചെറിയൊരു വീഡിയോയുമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. എൻ്റെ പറമ്പിലുണ്ടായിട്ടുള്ള ഈ കയപ്പയ്ക്കകളെ കാണുമ്പോൾ എനിക്ക് ചേലക്കോട് നമ്പൂതിരിയുടെ മുക്തകങ്ങളാണ് ഓർമ്മ വരുന്നത്. അതിലെ 2 വരികളിലേക്ക് ഞാൻ പോകാം. പാടത്തിൻകര നീളെ നീല നിറമായി വേലിക്കൊരാഘോഷമായി ആടിത്തൂങ്ങിയലഞ്ഞുലഞ്ഞു സുഹൃതം കൈക്കൊണ്ടു നിൽക്കും വിധൗ വാടാതെ വരികൻ്റെ കയ്യിലധുനാ പീയൂഷഡംഭത്തെയും ഭേദിച്ചൻപൊടു കയ്പവല്ലി തരസാ പെറ്റുള്ള പൈതങ്ങളെ. കയപ്പയ്ക്ക അഥവാ പാവയ്ക്കയെ വർണ്ണിക്കുന്ന മനോഹരമായ ഒരു ശ്ലോകമാണ് പാടത്തിൻകര എന്ന് ആരംഭിക്കുന്ന മുക്തകം. വയലിന്റെ കര മുഴുവനും നീല നിറമാകത്തക്ക തരത്തിലും വേലിക്ക് ആഘോഷമാകുന്ന രീതിയിലും ആടിത്തൂങ്ങി അലഞ്ഞുലഞ്ഞുകൊണ്ട് ലോകത്തിന്റെ സുഹൃതമാണോ എന്ന് തോന്നുമാറി നിൽക്കുന്ന അല്ലയോ കയ്പവള്ളിയുടെ കിടാങ്ങളെ, അമൃതിന്റെ അഹങ്കാരത്തെ പോലും മറികടക്കാൻ കഴിവുള്ള നിങ്ങൾ എൻ്റെ കയ്യിലേക്ക് വേഗം വരിക. കവി കയ്പയ്ക്കയിൽ മനുഷ്യത്വം കൽപ്പിച്ചിരിക്കുന്നു. കയ്പവല്ലിയുടെ കിടാങ്ങളെ എന്ന് വിളിക്കുമ്പോൾ ഈ തോന്നൽ നമുക്ക് അനുഭവപ്പെടുന്നു. പ്രകൃതിയാകുന്ന അമ്മയുടെ പുണ്യമായാണ് പാവയ്ക്കയെ കാണുന്നത്. അമൃതിനെപ്പോലെ പാവയ്ക്ക ഔഷധ ഗുണമുള്ളതും ആയുസ്സിന് ബലം നൽകുന്നതുമാണ്. പാവയ്ക്കയെ കുട്ടികൾക്ക് തുല്യമായാണ് കവി കാണുന്നത്. കുട്ടികൾ വീടിന് സുഹൃതമാണ്, പുണ്യമാണ്. അതുപോലെ വേലിക്കൊരാഘോഷമാണ് പാവയ്ക്ക. കുട്ടികളുടെ മുന്നിൽ മുതിർന്നവരുടെ അഹങ്കാരത്തിന് യാതൊരു സ്ഥാനവുമില്ല. അതുപോലെയാണ് അമൃതിന്റെ അഹങ്കാരത്തെ പാവയ്ക്ക ഇല്ലാതാക്കുന്നു. കുട്ടികളെ എടുക്കാനുള്ള ഇഷ്ടത്തെ പോലെയാണ് പാവയ്ക്ക കൂട്ടങ്ങളെ എൻ്റെ അടുത്തേക്ക് വരൂ എന്ന് കവി പറയുന്നത്.